ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റഡി പ്ലാൻ ആണ്. മൈ സ്റ്റഡി പ്ലാൻ ഫോർ LDC 2024 ആണ് ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫെബ്രുവരി 23 മുതലാണ് ഈ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 29-നാണ്. ബട്ട് എന്നാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ പോകണമെന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊരു 2-2.5 മാസത്തെ ഒരു ടൈം ടേബിളാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടൈം ടേബിളിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് SCERT ആണ്. മലയാളം ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മലയാളം സിലബസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കൗട്ട്സ് മോക്ക് ടെസ്റ്റൊക്കെ എടുത്താൽ മതി ഇനി അതിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷും മാത്സും SCERT ആണ്. SCERT ആക്ച്വലി ഞാൻ 5th, 6th, 7th കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാലും ഞാൻ SCERT കുറച്ചും കൂടെ നമ്മൾ ബേസ് ഉറപ്പിക്കണമല്ലോ ആദ്യം. അതുകൊണ്ട് തന്നെ ഈ ടൈം ടേബിളിൽ ഞാൻ SCERT കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം ഞാൻ പഠിക്കുന്നത് ഒരു ദിവസം പഠിക്കുന്നത് 3 സബ്ജക്റ്റാണ്. SCERT കവർ ചെയ്യുന്നുണ്ട്, പിന്നെ മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്ക്, പിന്നെ കറണ്ട് അഫയേഴ്സ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഞാൻ ഒരു ദിവസം കവർ ചെയ്യുന്നത്. ഇപ്പോൾ SCERTയുടെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്ന ടൈമിൽ ചാപ്റ്റേഴ്സ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ പേജസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അന്ന് മറ്റേ ടോപ്പിക്സ് ഇംഗ്ലീഷിൻ്റെ മാത്സിൻ്റെയും ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തിട്ട് SCERT മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഓവർ ബർഡൻ കൊടുക്കാതെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ദിവസവും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ എനിക്കൊരു ഫ്രണ്ട് തന്നൊരു PDF ഉണ്ട്. ആ PDF നോക്കിയിട്ട് അതിൽ ഓരോ പേജസ് ഓരോ ദിവസം കവർ ചെയ്യുക, ഒരു പേജ് വീതമെങ്കിലും ഒരു ദിവസം പഠിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ 5 ദിവസം, അതായത് മൺഡേ ടു ഫ്രൈഡേ ഞാൻ പഠിക്കുന്നുണ്ട്. എന്നിട്ട് സാറ്റർഡേ സൺഡേ ടോട്ടലി ഫോർ റിവിഷന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മൾ വെറുതെ സിലബസും ടോപ്പിക്സൊക്കെ കവർ ചെയ്തിട്ട് കാര്യമില്ല, പ്രോപ്പറായിട്ടുള്ള റിവിഷനും കൂടെ വേണ്ട ടൈമിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ 5 ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ നമുക്ക് 2 ദിവസം മതിയായിരിക്കും. ഇപ്പോൾ പലരും ഇപ്പോൾ ഒരു ദിവസമായിരിക്കും റിവിഷന് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ടൈം കൊടുക്കേണ്ടത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ സാറ്റർഡേയും സൺഡേയും ടോട്ടലി ഫോർ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ സൺഡേയ്സ് റിവിഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ബട്ട് സാറ്റർഡേയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഏതെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റാതെ പെൻഡിങ് വരികയെന്നുണ്ടെങ്കിൽ സാറ്റർഡേയ്സ് ആ ടോപ്പിക്സും കൂടി പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടി കവർ ചെയ്തിട്ടായിരിക്കും ഞാൻ റിവൈസ് ചെയ്യുക. എൻ്റെ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം 2.5 മാസം കൊണ്ട് ഞാൻ മാത്സും SCERTയും ഇംഗ്ലീഷും കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റഡി പ്ലാനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫസ്റ്റ് 1 വീക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെക്കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. എന്നെക്കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ബാക്കി ഫുള്ളായിട്ട് ഈ പ്ലാനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ സ്റ്റഡീസ് കൊണ്ടുപോകാമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. SCERT ഞാൻ പഠിക്കുന്നത് ലക്ഷ്യയുടെ തന്നെ പബ്ലിക്കേഷനായ ക്ലാസ് റൂം സീരീസിലെ ബുക്സാണ് ഞാൻ SCERTക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വേർഷനൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഞാനൊരു 6 മന്ത് മുന്നേ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ അതാണ് SCERT കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിന് ഞാൻ പറഞ്ഞ പോലെ ഒരു PDF ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാത്സ് പഠിക്കാൻ വേണ്ടി ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ജെറിൻ സാറിൻ്റെ ട്രിക്ടേൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഞാൻ മാത്സ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്ലാനിങ് ചെയ്ത ടൈമിൽ ഞാൻ ഓരോ ടോപ്പിക്ക് ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, സ്റ്റഡി പ്ലാൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സാറിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ ഇപ്പോൾ പെർസെൻറ്റേജ് എന്നൊരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ 10-11 വീഡിയോസ് ഉണ്ട്. ചില വീഡിയോസൊക്കെ 1-1.5 മണിക്കൂറുള്ളതാണ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ സ്റ്റഡി പ്ലാനിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എനിക്കങ്ങനെ മാത്സിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഈ സ്റ്റഡി പ്ലാൻ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ മൺഡേ ടു ഫ്രൈഡേ പഠിച്ചിട്ട് സാറ്റർഡേ പെൻഡിങ് ടോപ്പിക്കും കൂടി കവർ ചെയ്ത് പോകുന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാത്സിൻ്റെ തന്നെ ഒരുപാട് ടോപ്പിക്ക് പെൻഡിങ് വരുമ്പോഴത്തേക്കും ഞാൻ സാറ്റർഡേയ്സ് അത് മാക്സിമം കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു കുട്ടി എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ദിവസം ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ SCERTയുടെ ചാപ്റ്റേഴ്സ് നോക്കും. അത് ഇപ്പോൾ മോർണിംഗ് സെക്ഷൻ, നൂൺ സെക്ഷൻ, ഈവനിങ് സെക്ഷൻ അല്ലെങ്കിൽ നൈറ്റ് സെക്ഷൻ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡെയിലി സ്റ്റഡി റൊട്ടീൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു 3 സെക്ഷനായിട്ടാണ് പഠിക്കുന്നതെന്നുള്ളത്. അപ്പോൾ രാവിലത്തെ സെക്ഷനിൽ ഞാൻ SCERTയുടെ ഒരു 1 to 6 ചാപ്റ്റേഴ്സ് കവർ ചെയ്യും. അല്ലെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 എന്നും പറഞ്ഞിട്ട് കാണും SCERTയിൽ. അപ്പോൾ പാർട്ട് 1 കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ
മോർണിംഗ് സെക്ഷൻ യൂസ് ചെയ്യും. പിന്നെ നൂൺ സെക്ഷനിലായിരിക്കും പാർട്ട് 2 കവർ ചെയ്യുന്നുണ്ടാവുക. ഒരു ഓൾമോസ്റ്റ് 5 to 6 ചാപ്റ്റേഴ്സ് ഞാൻ ഓരോ സെക്ഷൻ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നൈറ്റ് സെക്ഷനിലായിരിക്കും ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ടാവുക. ഇംഗ്ലീഷിൻ്റെയോ മാത്സിൻ്റെയോ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നൈറ്റ് ഞാൻ കവർ ചെയ്യും. പിന്നെ കറണ്ട് അഫെയർസും ഒരു പേജ് പഠിക്കാൻ വേണ്ടി നമുക്ക് എത്ര സമയമാണ്, ഒരു 15 മിനിറ്റ്സ് മതിയായിരിക്കും. അങ്ങനെ കറണ്ട് അഫെയർസും ഞാൻ നൈറ്റാണ് പഠിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാനിതിൽ മലയാളം സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആക്കാനുള്ളത് ഇംഗ്ലീഷും മാത്സും ആണ്. ഇംഗ്ലീഷും മലയാളം മാത്സ് എന്ന് പറയുന്നത് തന്നെ കോർ ഏരിയ ആണ്. എല്ലാ PSC എക്സാമിൻ്റെയും കോർ ഏരിയ ആണ്. അത് പഠിച്ച് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ SCRT പഠിക്കുമ്പോൾ തന്നെ ഒരുവിധം GK ഒക്കെ അതിൽ നിന്ന് തന്നെ കവറായി പോകുന്നുണ്ട്. SCRTയും കവർ ചെയ്ത് മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫെയർസും കൂടി കവർ ചെയ്ത് പക്ക പഠിച്ചു തീർക്കുമ്പോൾ തന്നെ നമ്മളൊരു നല്ല ലെവലിലെത്തും. ഒരു 60-70 എബോവൊക്കെ തന്നെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏബിൾ ആവും. ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ 5 കാര്യങ്ങളാണ്: SCRT, മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർസ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ബാക്കിയുള്ള സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവുക. ഞാൻ അത് എക്കണോമിക്സ് എൻ്റെ സ്ട്രോങ് ഏരിയ ആണ്. എൻ്റെ ഗ്രാജുവേഷൻ സബ്ജക്റ്റും പോസ്റ്റ് ഗ്രാജുവേഷൻ സബ്ജക്റ്റൊക്കെ എക്കണോമിക്സ് ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ഒരു എഫേർട്ട് എക്കണോമിക്സിന് ഇടണ്ട. സോ ഇതാണ് എൻ്റെ 2.5 മാസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.